അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാപികളുടെ ആലംബവും പീഡിതരുടെ ആശ്വാസവുമായ കർത്താവേ, അലസതയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തുകയും ശ്രദ്ധാപൂർവം അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട പട്ടണം പരിശുദ്ധ മലയിലാകുന്നു. എല്ലാ തലമുറകളെയും പാലിക്കുന്ന സൃഷ്ടാവായ ദൈവം ആരാധ്യനാകുന്നു. യാക്കോബിന്റെ കൂടാരങ്ങളെക്കാൾ സിഹിയോന്റെ വാതിലുകളെ കർത്താവ് അധികമായി സ്നേഹിച്ചു. ദൈവത്തിന്റെ നഗരമേ, നിന്റെ മഹാത്മ്യങ്ങൾ എത്രയോ കീർത്തിക്കപ്പെടുന്നു. റാഹാബും ബാബേലും എനിക്ക് പരിചിതരാകുന്നു. ഗ്രേസത്തിലും സോറിലും എത്യോപ്യയിലുമുള്ളവർ ഇവിടെ ജനിച്ചവരാണല്ലോ. ഒരു ധീരപടയാളി അവിടെ ജാതനായി. അവനത് സ്ഥാപിച്ചുവെന്ന് സിഹിയോനെ പറ്റി പറയപ്പെടുന്നു. ഇതെല്ലാം അവളുടെ മക്കളാകുന്നു എന്ന് കർത്താവ് ജനങ്ങളുടെ പുസ്തകത്തിൽ എഴുതും. നിന്റെ പ്രഭുക്കളും പാവപ്പെട്ടവരും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യും. എല്ലാ തലമുറകളെയും പാലിക്കുന്ന സൃഷ്ടാവായ ദൈവം ആരാധ്യനാകുന്നു. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനാണ് ഞങ്ങളുടെ സൃഷ്ടാവ്. അങ്ങേ കൃപയാൽ ഞങ്ങളിൽ കനിയണമേ. എന്റെ പ്രാർത്ഥന അങ്ങേ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എന്റെ ആത്മാവ് ദുരിതങ്ങളിൽ മുഴുകിയിരിക്കുന്നു. മരണത്തോട് ഞാൻ അടുത്തു കഴിഞ്ഞു. ഞാൻ നിസ്സഹായനായി തീർന്നു. കുഴിമാടങ്ങൾ ശയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെടുകയും ചെയ്തു. അങ്ങേ കരുത്ത കോപത്തിന് ഞാൻ ഇരയായി. അങ്ങേ കൊടുങ്കാറ്റ് എനിക്കെതിരായി വീശി. അങ്ങ് നിന്റെ പരിചിതരെ അകറ്റിക്കളഞ്ഞു. അവരുടെ മുമ്പിൽ ഞാൻ നിന്ദിനായി തീർന്നു. ഞാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. പുറത്തു വരുവാൻ എനിക്ക് നിവൃത്തിയില്ല. ക്ഷീണം കൊണ്ട് എന്റെ കണ്ണുകൾ മങ്ങി. എല്ലാ ദിവസവും അങ്ങയോട്
ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങേ പക്കലേക്ക് ഞാൻ കൈകൾ ഉയർത്തി. അങ്ങ് മരിച്ചവർക്ക് വേണ്ടി അത്ഭുത പ്രവൃത്തികൾ ചെയ്യുമോ? നിങ്ങൾ അങ്ങേ സ്തുതിക്കാൻ വരുമോ? അങ്ങേ വിശ്വസ്തതയും കാരുണ്യവും മരിച്ചവർ പ്രകീർത്തിക്കുമോ? അങ്ങേ അത്ഭുത പ്രവൃത്തികൾ അന്ധകാരത്തിൽ അറിയപ്പെടുമോ? വിസ്മൃതിയുടെ നാട്ടിൽ അങ്ങേ നീതി പ്രസംഗിക്കപ്പെടുമോ? കർത്താവേ, അങ്ങയോട് ഞാൻ പ്രാർത്ഥിച്ചു. പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിലേക്ക് ഉയർന്നു. എന്നിൽ നിന്ന് മുഖം തിരിക്കുകയോ എന്നെ മറന്നു കളയുകയോ ചെയ്യരുതേ. എന്റെ ബാല്യം മുതൽ തന്നെ ഞാൻ അവശനും നിസ്സഹായനുമാകുന്നു. പരീക്ഷണങ്ങളാൽ ഞാൻ ക്ഷീണിച്ചു. അങ്ങേ കോപം എന്നിൽ ആഞ്ഞു പതിച്ചു. ഭയം കൊണ്ട് ഞാൻ മൂകനായി. വെള്ളം പോലെ അവരെന്നെ വലയം ചെയ്തു. എനിക്കെതിരായ അവർ സമരം ചെയ്തു. എന്റെ സ്നേഹിതരെയും മിത്രങ്ങളെയും അങ്ങ് അകറ്റിക്കളഞ്ഞല്ലോ. കാരുണ്യവാനേ, അങ്ങാണ് ഞങ്ങളുടെ സൃഷ്ടാവ്. അങ്ങേ കൃപയാൽ ഞങ്ങളിൽ കനിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിലങ്ങ് സംപ്രീതനാവുകയും ചെയ്യണമേ. അനന്തമായ അങ്ങേ അനുഗ്രഹത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നന്മ പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അനുതാപാഗ്നിയിൽ ഉരുകി തെളിയാനകമെന്നാളും ദാഹിച്ചാലും നാഥാ ഞാൻ നിറയും ലോകദുരാശകളോടിൻ അടരാടുകയാൽ ആത്മാവനിശം തളരുന്നു. അഭിലാഷം പോൽ സൽക്കാര്യങ്ങൾ നിറവേറ്റിടുവാൻ എളുതല്ല. ഉള്ളിലറച്ചു വെറുത്തിടും തിന്മകളല്ലോ ചെയ്വൂ ഞാൻ. പാപക്കടലിനാഴത്തിൽ വീഴലുന്നൊരെനിക്കായി നീ കർത്താവേ നിൻ സ്നേഹത്തിൻ കരയുഗമൻപൊടു നീട്ടണമേ. അഭയം നീ മാത്രം. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ മുൻപിൽ മതിവിഭ്രാമക ചിന്തയിലേക്ക് മനസ്സിനെ ആഴ്ത്തും ദുരയെ പരിലാളിച്ചു ഞാൻ. പാപത്തിൻ നുകമിന്നതിലാലൻ ചുമലിൽ താങ്ങി തളരാനിടയായി തീർന്നല്ലോ. പഞ്ചേന്ദ്രിയമാം വാതിൽ തുറന്നെൻ ഗേഹമലക്ഷ്യം നൽകാൻ ഞാൻ. ശത്രുവിനാത്മനികേതത്തിൽ പോകാനാവിൽ ഒരു നാളും ഇടയനിൽ നിന്നും അകന്നതിനാൽ ഇടരിൽ താഴും പാപിക്കായി കർത്താവേ നിൻ സ്നേഹത്തിൻ കരയുഗമൻപൊടു നീട്ടണമേ. അഭയം നീ മാത്രം. പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇരുലോകങ്ങളും ഒരുപോലെന്നും മധുരം മാമക ചിന്തയെ മാടി വിളിക്കുന്നു. ധരയി മോഹമരീശിക മാത്രം ശാശ്വതമെന്നെൻ മനസ്സിൽ മന്ദം പറയുന്നു. വിണ്ണോ നിത്യം നന്മയ്ക്കുറവാം നൽവഴി കാട്ടി വിളിക്കുന്നു. ഞാൻ ആ വിളിയുടെ പൊരുളറിയാൻ കാതുകൾ നൽകുന്നില്ലതിനാൽ ശാന്തി എനിക്കു ലഭിക്കാതെ മനസ്സും മേയും തളരുന്നു. ഉൾത്താപത്താൽ വീണ്ടും ഞാൻ നാഥാ നിന്നെ തേടുന്നു. അഭയം നീ മാത്രം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നരനിൽ നിരുപമ വാത്സല്യത്തിൻ കിരണം ചൊരിയും കർത്താവേ നിൻ തിരുമുൻപിൽ പാപികളഭയം തേടുന്നു. നിൻ കൃപയുടെ വാതിലിൽ അനുതാപത്തോടണയുന്നു. ശരണാഗതരായി ചുങ്കക്കാരും പാപികളും നിൻ സ്നേഹത്തിൻ മാധുരി പണ്ടു നുകർന്നു പരം മോഹന ശാന്തി വരച്ചല്ലോ. പാപത്തിൻ നീർച്ചുഴിയിൽ
ഉഴലും ഞാനും നാദാ നിൻ പദയുഗ സീമനെ അണയുന്നു, മിഴിനീർ തൂകി കരയുന്നു, അഭയം നീ മാത്രം. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതയിൽ കനിയണമേ, കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീ ഇവരിൽ ചൊരിയണമേ. കരുണക്കടലാം കർത്താവേ, സുതരെ കാത്തരുളിയിടണമേ, ചൂഷകരിൽ നിന്നെന്നാളും സത്യം ഞങ്ങൾക്കായുധവും കോട്ടയുമായി തീരട്ടെ. നിൻ സ്തുതി ഞങ്ങൾ പാടട്ടെ. കന്യാംബികതൻ പ്രാർത്ഥനയാൽ ശാന്തി വിതയ്ക്കുക നാഥാമി, കലുഷിതമാമീ ലോകത്തിൽ ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നും അകറ്റണമേ. ഒരുമയോടമ്മയെ വാഴ്ത്തിടുവാൻ ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും സാക്ഷികളും പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾക്കായി. അവരുത്തേക സ്വരത്തിൽ നിൻ സ്തുതിഗീതങ്ങൾ പാടിടുവാൻ. ഭാരതഭൂവിൻ ശ്രീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥൻ തൻ വയലിൽ പണി ചെയ്ത വികല സമ്മാനം നേടിയ ഭാഗ്യമി എന്നവളെ, നിൻ പ്രാർത്ഥന തൻ തുണനിതരാ ഭവനമിതിൽ നിൻ വത്സലരിൽ നിലനിൽക്കാനിടയാകട്ടെ. നിന്തിരുമേ ഉൾക്കൊണ്ടവരെ മൃതരാം നരരുടെ പാപങ്ങൾ ഓർക്കരുതേ നീ ഒരു നാളും. വിധിനാളിൽ നിൻ കൃപയവരെ രക്ഷിച്ചൻപോടെതിരേൽപ്പിൽ നിരചേരാനിടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യർ അങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. യാക്കോബിന്റെ ഭവനത്തിലെ തലവന്മാരെ, ഇസ്രായേൽ ഭവനത്തിന്റെ ഭരണാധിപന്മാരെ ശ്രവിക്കുവിൻ. യാക്കോബിന്റെ ഭവനത്തിലെ തലവന്മാരെ, ഇസ്രായേൽ ഭവനത്തിലെ ഭരണാധിപന്മാരെ ശ്രവിക്കുവിൻ. രക്തം കൊണ്ട് സഹ്യോനും അപരാധം കൊണ്ട് ഓസ്ലേമും പടുത്തുയർത്തുന്നവരെ കേൾക്കുവിൻ. അതിന്റെ തലവന്മാർ കൈക്കൂലി വാങ്ങിയിട്ട് വിധി പറയുന്നു, അതിന്റെ പുരോഹിതർ കൂലിക്ക് വേണ്ടി പഠിപ്പിക്കുന്നു, അതിന്റെ പ്രവാചകർ പണത്തിനു വേണ്ടി പ്രവചിക്കുന്നു. എന്നിട്ടും അവർ കർത്താവിനെ ചാരി ഇങ്ങനെ പറയുന്നു, കർത്താവ് നമ്മുടെ മധ്യയില്ലേ, നമുക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം സെഹിയോനെ വയൽ പോലെ ഞാൻ ഉഴുതു മതിക്കും. ഓർസ്ലേം ഒരു പാഴ്ക്കൂനയാകും, ആലേ പർവ്വതം വനപർവ്വതമാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലോകദുരാശാപാശം ഞങ്ങളെ നിന്നിൽ നിന്നും അകറ്റിയിടുന്നു. നഷ്ടപ്പെട്ടൊര ചാവലി ഞങ്ങൾ കഷ്ടപ്പെട്ടലയുന്നു നിതാന്തം. ശത്രു വിരിച്ച വിപത്തിൻ കെണിയിൽ നിബദിച്ചുഴലുകയല്ലോ ഞങ്ങൾ. ഉള്ളിനുള്ളറ കാണുന്നവരിൽ കനിയണമേ ബലഹീനതയിൽ. തളരും പാണികൾ തകരും മുമ്പേ ബന്ധനമോചനമേകിടണമേ. നരനോട് പൊരുതും ദുഷ്ടനെ സദയം തോൽപ്പിക്കണമേ കരുണാമയനേ. പാപദുരാശയിൽ ഉഴലും ഞങ്ങൾ
തേടി വരുന്നു. വിധവയ്ക്കൊപ്പം നിൻ സവിധത്തിൽ ഞങ്ങൾ അണഞ്ഞു കരഞ്ഞിടുന്നു. ദുഷ്ടവിചാരമലീമസമാമി മനസ്സിനു നീ ശുചിയേകിടണമേ. നിത്യം നിൻ സ്തുതി പാടിടുവാന നവജീവൻ നീ ഞങ്ങൾക്കേകൂ. താതനും അങ്ങേ സുതനും പാവന റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. സഹോദരരെ, പൗലോസ്ലിഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. കാരണം അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. എന്നാൽ തങ്ങളുടെ അനീതിയാൽ സത്യത്തെ ഞെരുക്കുന്ന മനുഷ്യരുടെ സകല ദൈവനിഷേധത്തിനും നീതിരാഹിത്യത്തിനുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്തു നിന്ന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് സ്പഷ്ടമാണ്. ദൈവം അവയെല്ലാം അവർക്ക് വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യമായവ, അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ ഗ്രാഹ്യമാം വിധം ദൃശ്യമാണ്. അതുകൊണ്ട് അവർക്ക് ഒഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങളിൽ നിഷ്ഫലരായി തീരുകയും അവരുടെ വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ നാൽക്കാലികളുടെയോ ഇഴജന്തുക്കളുടെയോ രൂപസാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയത്തിന്റെ ആസക്തികളോടെ അവരുടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം വ്യാജമായി വെച്ചുമാറി. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ദുഃഖത്തോടും ജാഗരൂകതയോടെ നിന്ന് കർത്താവേ ഞങ്ങളെ കനിയണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളിൽ കനിയണമേ. ജഡത്തിന്റെ അഭിലാഷങ്ങളാൽ പ്രേരിതരായി ശരീരത്തിന്റെ മനസ്സിന്റെ ദുരാശകളെ ഞങ്ങൾ പിന്തുടർന്നു പോയതിനാൽ കർത്താവേ ഞങ്ങളിൽ കനിയണമേ. മാരകമായ മടിക്ക് ഞങ്ങൾ സ്വയം വിധേയരായതിനാൽ കർത്താവേ ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ തിന്മാവലതും ഹൃദയവിചാരങ്ങളിലെ ഭാവന എപ്പോഴും ദുഷ്ടവുമായിരിക്കാൻ കർത്താവേ ഞങ്ങളിൽ കനിയണമേ. ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ചതിനാൽ ശാപവും നിരാശയും ഞങ്ങളെ പലപ്പോഴും അടിമപ്പെടുത്തിയതിനാൽ കർത്താവേ ഞങ്ങളിൽ കനിയണമേ. തെറ്റുകൾക്ക് ഞങ്ങൾ വശമുതരാകയാൽ അന്ധരായ മനോവീര്യം നഷ്ടമാക്കിയതിനാൽ കർത്താവേ ഞങ്ങളിൽ കനിയണമേ. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും എല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും അവരുടെ സഹശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹസമ്പന്നനും കരുണാവാരിധിയുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങൾ നീതിമാന്മാരോടൊത്ത് നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും
ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങേ തൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.